ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തറിയോ, റാഗി ഇഡ്ഡലി. ഇതാണ്ട് ഒരു ഇത് കവർ കാണുന്നത് നിങ്ങൾ. ഇത് നമ്മൾ പാലക്കാടുള്ള ഗണേശിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇഡ്ഡലി മാവാണ് കേട്ടോ. ഇതിന് വെറും 45 രൂപയാണ്. പക്ഷെ 2 പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കാം. ഒരു ഫാമിലിക്കാണ്, വലിയ ഫാമിലിയാണെന്ന് വെച്ചാൽ ഒറ്റ പ്രാവശ്യമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ, ഇതിൽ ഒരു 200 ഗ്രാമാണ് ഉള്ളത്. 200 ഗ്രാം പൊടിയിൽ നമ്മൾ 100 ഗ്രാം പുളി ഉള്ള തൈരാണെന്ന് വെച്ചാൽ ഒരു 100-150 ഗ്രാം ഒഴിച്ചാൽ മതി. അല്ല, പുളി ഇല്ലാത്തതാണെന്ന് വെച്ചാൽ 200 ഗ്രാം നല്ല കട്ട തൈര്. ഗ്രാമല്ല, 200ൻ്റെ ഒരു മില്ലി ലിറ്റർ ആയിട്ട് ഉള്ള ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് എടുക്കണം കേട്ടോ. അതെടുത്തിട്ട് അതിനൊരു ഗ്ലാസ് ഒഴിക്കുക. എന്നിട്ട് ഈ മിക്സും കൂടെ അതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെച്ചാൽ ഒന്ന് നമ്മൾ മിക്സിയിലിട്ട് ഒറ്റയടി അടിക്കുക കേട്ടോ. എന്നിട്ട് 10 മിനിറ്റ് ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിയില, കരിവേപ്പില അതൊക്കെ വേണമെങ്കിൽ അതും കൂടെ അരിഞ്ഞിട്ട് ഇടാം കേട്ടോ. കുരുമുളക് വേണമെങ്കിൽ പൊടിയായിട്ട് അത് ചേർത്താം. കാഷ്നട്ട് അതൊക്കെ ചേർത്താം. ഇതിൽ കാഷ്നട്ടൊക്കെ ഓൾറെഡി അവർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചതായിരുന്നു. ഇപ്പോൾ കലക്കി എല്ലാം മിക്സൊക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഇനി നമ്മളിത് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക്. കേട്ടോ, ഞാൻ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്, അതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലി തട്ടിൽ ലേശം എണ്ണ തടവിയിട്ട് അതിൽ ഈ മാവ് ഒഴിക്കാം കേട്ടോ. തട്ടിൽ ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ചൂടാവണു, നമുക്ക് വയ്ക്കാം. ഇതിൽ നമ്മൾ ഉപ്പൊന്നും ഇടണ്ട കേട്ടോ. ഓൾറെഡി ഇതിൽ ഉപ്പെല്ലാം ഉണ്ട്. കുരുമുളകുണ്ട് ലേശം, പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊന്നും ചെയ്യാനില്ല. കൊണ്ടുവരിക, തൈര് ഒഴിക്കുക, മിക്സ് ചെയ്യുക, 10 മിനിറ്റ് വയ്ക്കുക, ഇഡ്ഡലി റെഡിയാവും. നമ്മുടെ ഇഡ്ഡലി വെന്തോന്ന് തുറന്ന് നോക്കാം. ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്, എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. കേട്ടോ ഇഡ്ഡലി. ഇതുണ്ടോ, നല്ല വെന്ത് സൂപ്പറായിട്ട് വന്ന് നല്ല മണമുണ്ട്. കേട്ടോ, നമ്മുടെ ഇൻസ്റ്റൻറ്റ് റവ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ പാലക്കാട്ടുകാർക്കൊക്കെ ഇത് കിട്ടും കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ പാലക്കാട് മഞ്ഞക്കുളം പള്ളിയുടെ ഫ്രണ്ടിലാണ് ഗണേഷ് പറഞ്ഞ തമിഴ്നാടുകാരുടെ കടയാണ്. അതിൽ എല്ലാ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ്. സൂപ്പറായിട്ടുണ്ട് ഇഡ്ഡലി. ഈ ഇഡ്ഡലിയും നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ. അപ്പോൾ അത് ചമ്മന്തിയിലങ്ങട് മുക്ക്, മുളക് ചമ്മന്തി ചട്നിയും ഉണ്ട്. ഇതൊക്കെ കഴിച്ചാൽ സൂപ്പർ കുട്ടികളെ. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക, ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ്